ഇറാനുമായുള്ള നിർദ്ദിഷ്ട സമാധാന കരാറിന്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് വിളിച്ചു പറയുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനെക്കുറിച്ചുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ അഭിപ്രായങ്ങൾ സത്യത്തിന്റെയും നുണയുടെയും മിശ്രിതമാണ് എന്നായിരുന്നു ഇറാനിലെ ഫാർസ് വാർത്താ ഏജൻസി വെള്ളിയാഴ്ച റിപ്പോർട്ട് ചെയ്തത്. ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ആണവശേഷിയുമായും ഹോർമുസിലെ ടോൾ പിരിവുമായുമൊക്കെ ബന്ധപ്പെട്ട സമാധാന കരാറിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച് ട്രംപ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നുണകളായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. ടോൾ പിരിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ ബാധ്യസ്ഥരാണെന്ന് ട്രംപ് അവകാശപ്പെട്ടതെല്ലാം വെറുതെയാണെന്നാണ് ഫാർസ് ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ട്രംപിന്റെ മറ്റൊരു വാദം ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം നശിപ്പിക്കുന്നതിന് അമേരിക്കയും ഇറാനും ഏകോപനത്തോടെ പ്രവർത്തിക്കുമെന്നായിരുന്നു. എന്നാൽ ആ വാദത്തെയും സമ്പൂർണ്ണമായി തള്ളുന്നുണ്ട് ഇറാൻ. കരട് കരാറിൽ അങ്ങനെയൊരു സംഗതിയേ ഇല്ലെന്നും അവകാശവാദം അടിസ്ഥാനരഹിതവുമാണെന്നാണ് ഇറാനിയൻ സ്രോതസ്സുകൾ ഉദ്ധരിച്ച് ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല, ഇറാന്റെ സമ്പുഷ്ട യുറേനിയം നശിപ്പിക്കുന്ന വ്യവസ്ഥയും കരാറിലില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇറാൻ. സ്രോതസ്സുകൾ പ്രകാരം മരവിപ്പിച്ചിരിക്കുന്ന $12 ബില്യൺ ആസ്തികൾ ഉടനടി വിട്ടുകിട്ടണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. അത് യാഥാർത്ഥ്യമാകാതെ ചർച്ചകളുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങില്ലെന്നും ഇറാൻ നിലപാടെടുത്തിട്ടുണ്ട്. ലെബനന്റെ കാര്യത്തിലാകട്ടെ ഹിസ്ബുള്ളയുടെ ആവശ്യങ്ങൾ ആവർത്തിക്കുന്ന ഇറാൻ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന കടുംപിടുത്തവും US-ഉമായി പങ്കുവച്ചിട്ടുണ്ട്. ഇറാനുമായി സമാധാന കരാർ ഉണ്ടാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ തയ്യാറെടുക്കുകയാണ് എന്ന് ട്രംപ് വെള്ളിയാഴ്ച സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. ടോളുകളോ മറ്റ് നിയന്ത്രണങ്ങളോ ഇല്ലാതെ ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്നും ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഇറാൻ ഉറപ്പു നൽകണമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഇറാനിലെ സമ്പുഷ്ട യുറേനിയം ശേഖരം അമേരിക്ക, ഇറാൻ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്നിവയുമായി അടുത്ത ഏകോപനത്തിലും സഹകരണത്തിലും നശിപ്പിക്കുമെന്നും ട്രംപ് അതേ പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഇതിനെല്ലാം തള്ളിക്കൊണ്ട് ഇറാന്റെ വിശദീകരണം എത്തുന്നത്. ഹോർമുസ് തുറന്നാലും അതിനുമേൽ ഇറാന്റെ സുരക്ഷാ ക്രമീകരണങ്ങളും പരിശോധനകളുമൊക്കെ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത്. അതേസമയം നിലവിലെ കരാറിന്മേലുള്ള അന്തിമ തീരുമാനമെടുക്കാൻ ചേർന്ന ഉന്നതതല യോഗം ഒരു തീരുമാനവും കൈക്കൊള്ളാതെ പിരിഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ വിവരം. നിലവിലെ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്ന വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ വെള്ളിയാഴ്ചയായിരുന്നു യോഗം. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുക എന്നിവയായിരുന്നു ഏകദേശ ധാരണയായ ധാരണാപത്രത്തിലെ ലക്ഷ്യങ്ങൾ. എന്നാൽ ചർച്ച തീരുമാനമില്ലാതെ പിരിഞ്ഞതോടെ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും അനിശ്ചിതത്തിലായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞായറാഴ്ചയോടെ ഒരു കരാർ പ്രഖ്യാപിക്കാനാകുമെന്നായിരുന്നു നേരത്തെ US ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത്. അതേസമയം അത് അന്തിമമാക്കിയിട്ടില്ലെന്നും എപ്പോൾ വേണമെങ്കിലും തകർന്നേക്കാമെന്നും അവർ അന്നേ സൂചനയും നൽകിയിട്ടുണ്ടായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ എങ്ങനെയാകും കാര്യങ്ങളുടെ പോക്ക് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.